നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ 2024 അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒന്ന് സോൾവ് ചെയ്യാം. ഇതിൽ 1 മുതൽ 24 വരെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുവാനുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഞാൻ ഉത്തരം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, രാജകുമാരിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നതിന് തിരഞ്ഞെടുത്ത നേതാവ് ആര്? മോശയാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, മോശയുടെ പിതാവ് ആര്? അമ്രാമാണ് മോശയുടെ പിതാവ്. മൂന്നാമത്തെ ചോദ്യം, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഇത് പറഞ്ഞത് ആരാണ്? ദൈവമാണ് ഇങ്ങനെ പറഞ്ഞത്. നാലാമത്തെ ചോദ്യം, വിക്കനായ മോശയ്ക്ക് വേണ്ടി ഫറവോനോട് സംസാരിക്കുവാൻ ദൈവം നിയോഗിച്ചത് ആരെ? അഹറോനെയാണ് ദൈവം നിയോഗിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, മിസ്രയീമിൻ്റെ മേൽ വരുത്തിയ രണ്ടാമത്തെ ബാധ ഏതാണ്? തവള വർദ്ധിച്ചു എന്നതാണ് അതിൻ്റെ ഉത്തരം. ആറാമത്തെ ചോദ്യം, ആരുടെ വടികളാണ് മോശയുടെ വടി വിഴുങ്ങിയത്? മന്ത്രവാദികളുടെ വടികളെയാണ് മോശയുടെ വടി വിഴുങ്ങിയത്. ഏഴാമത്തെ ചോദ്യം, കടന്നുപോക്ക് എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കടന്നുപോക്ക്. എട്ടാമത്തെ ചോദ്യം, ചെങ്കടൽ കടന്നപ്പോൾ സന്തോഷിതരായ ജനത്തിൻ്റെ പാട്ടിന് നേതൃത്വം നൽകിയത് ആരാണ്? മിരിയാമാണ് ജനത്തിൻ്റെ പാട്ടിന് നേതൃത്വം നൽകിയത്. ഒൻപതാമത്തെ ചോദ്യം, കയ്പുള്ള ജലം മധുരമായി മാറിയത് എവിടെ വെച്ച്? മാറയിൽ വെച്ചാണ് കയ്പുള്ള ജലം മധുരമുള്ളതായി മാറിയത്. പത്താമത്തെ ചോദ്യം, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പാറയെ അടിച്ചത് ആര്? മോശയാണ് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പാറയെ അടിച്ചത്. 11ാമത്തെ ചോദ്യം, നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം എന്താണ്? ദൈവവചനമാണ് നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം. 12ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയിൽ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കുന്നത് വിശുദ്ധ മദ്ബഹായുടെ ഏത് വശത്താണ്? തെക്ക് വശത്താണ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കുന്നത്. 13ാമത്തെ ചോദ്യം, അനുതാപത്തിൻ്റെ പ്രാർത്ഥനയായ സങ്കീർത്തനം ഏതാണ്? 51ാം സങ്കീർത്തനമാണ് അനുതാപത്തിൻ്റെ സങ്കീർത്തനം. 14ാമത്തെ ചോദ്യം, ആരാണ് ജാതികളുടെ അപ്പോസ്തലൻ? പൗലോസ്ലീഹയാണ് ജാതികളുടെ അപ്പോസ്തലൻ. 15, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചത് എവിടെ? മർക്കോസിൻ്റെ മാളികയിലാണ് ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചത്. 16ാമത്തെ ചോദ്യം, ആദിമസഭയിൽ അനാഥരുടെയും വിധവകളുടെയും ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തത് ആരെ? ശമാശന്മാരെയാണ് ആദിമസഭയിൽ അനാഥരുടെയും വിധവകളുടെയും ഒക്കെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. 17ാമത്തെ ചോദ്യം, ഭാരതത്തിൽ സുവിശേഷം അറിയിച്ച യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ ആര്? തോമാസ് ലീഹയാണ് അതിൻ്റെ ഉത്തരം. 18ാമത്തെ ചോദ്യം, മോറാൻ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം? നമ്മുടെ കർത്താവ് എന്നാണ് അതിൻ്റെ അർത്ഥം. 19, യോഹന്നാൻ സ്നാപകനിൽ നിന്നും യേശു മാമോദീസ ഏറ്റത് അനുസ്മരിക്കുന്ന പെരുന്നാൾ ഏത്? ദനഹ പെരുന്നാളാണ് യോഹന്നാൻ സ്നാപകനിൽ നിന്നും യേശു മാമോദീസ ഏറ്റത് അനുസ്മരിക്കുന്ന പെരുന്നാൾ. 20ാമത്തെ ചോദ്യം, ഉയർപ്പ് പെരുന്നാളിന് എത്ര ദിവസം കഴിഞ്ഞാണ് സ്വർഗാരോഹണ പെരുന്നാൾ ആചരിക്കുന്നത്? ഉയർപ്പ് പെരുന്നാളിന് ശേഷം 40 ദിവസം കഴിഞ്ഞാണ് സ്വർഗാരോഹണ പെരുന്നാൾ ആചരിക്കുന്നത്. 21ാമത്തെ ചോദ്യം, സ്ലീബ പെരുന്നാൾ ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 14-നാണ് സ്ലീബ പെരുന്നാൾ ആചരിക്കുന്നത്. 22, ഗീവർഗീസ് സഹദായുടെ ജന്മദേശം ഏത്? കപ്പദോക്കിയാണ് ഗീവർഗീസ് സഹദായുടെ ജന്മദേശം. 23, മര്യാദപൂർവമായ പെരുമാറ്റം ആദ്യം പഠിക്കുന്നത് എവിടെ നിന്ന്? ഭവനത്തിൽ നിന്നാണ് മര്യാദാപൂർവമായ പെരുമാറ്റം ആദ്യം പഠിക്കുന്നത്. 24, സ്വന്തം ഭവനത്തിലേക്ക് 3 ദൈവപുരുഷന്മാരെ സ്വീകരിച്ച വേദപുസ്തക കഥാപാത്രം ആരാണ്?
അബ്രഹാമാണ് സ്വന്തം ഭവനത്തിലേക്ക് 3 ദൈവപുരുഷന്മാരെ സ്വീകരിച്ച വേദപുസ്തക കഥാപാത്രം. ഇനി 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. മിസ്രൈമിലെ ജനത്തിൻ്റെ മേൽ ബാധകൾ അയച്ചതിനുള്ള കാരണം എന്താണ്? ഫറവോന്റെ ഹൃദയകാഠിന്യ നിമിത്തം ജനത്തെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനാണ് മിസ്രൈമിലെ ജനത്തിൻ്റെ മേൽ ബാധകൾ അയച്ചത്. ഇനി 26-ാമത്തെ ചോദ്യം. യഹൂദന്മാർ പെസഹ പെരുന്നാൾ ആചരിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും അവർ വിമോചിതരായതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അവരെല്ലാ വർഷവും പെസഹ പെരുന്നാൾ ആചരിച്ചിരുന്നത്. 27-ാമത്തെ ചോദ്യം. ആരാധനയിൽ ഏകാഗ്രതയോടെ സംബന്ധിക്കുവാൻ നാം ചെയ്യേണ്ടത് എന്താണ്? ആരാധനാ പുസ്തകം കയ്യിലേന്തി ശ്രദ്ധയോടെ ആരാധനയിൽ സംബന്ധിക്കുകയാണ് ആരാധനയിൽ ഏകാഗ്രതയോടെ സംബന്ധിക്കുവാനായിട്ട് നാം ചെയ്യേണ്ടത്. 28-ാമത്തെ ചോദ്യം. വിശുദ്ധ കുർബാനയിൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസി ചൊല്ലുന്ന പ്രതിവാക്യം എന്താണ്? സ്ലീഹന്മാരുടെ ഉടയവന് സ്തുതിയും നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടാകട്ടെ എന്നാണ് നാം അപ്പോൾ പ്രതിവാക്യമായിട്ട് പറയുന്നത്. 29-ാമത്തെ ചോദ്യം. ദനഹാ പെരുന്നാളിൻ്റെ പ്രാധാന്യം എന്താണ്? യോഹന്നാൻ സ്നാപകനിൽ നിന്നും യേശു മാമോദിസ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ദനഹാ പെരുന്നാൾ ആചരിക്കുന്നത്. ഇനി 30-ാമത്തെ ചോദ്യം. പ്രാർത്ഥന എഴുതുക എന്ന ഭാഗത്തിലെ ചോദ്യമാണ്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലുന്ന പ്രാർത്ഥന ഏത്? ബഹുമതിപൂർവം നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വന്ന് എൻ്റെ നേർച്ചകൾ നിനക്ക് കഴിക്കും എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്നത്. ഇനി ഗീതം എഴുതാൻ ഭൂവിലെ ശേഷം എന്നാരംഭിക്കുന്ന ഗീതത്തിൻ്റെ ആദ്യത്തെ 4 വരിയാണ് എഴുതേണ്ടത്. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേലിയോൻ. ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ട ഭാഗം. ഇനിയും വിശദീകരിക്കാനുള്ള ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ. 32-ാമത്തെ ചോദ്യം. മോറാനായ പെരുന്നാളുകൾ ഏതെല്ലാം? അവയുടെ പ്രാധാന്യം എഴുതുക. 7 പെരുന്നാളുകളാണ് മോറാനായ പെരുന്നാളുകളുടെ ഗണത്തിൽപ്പെടുന്നത്. എൽദോ പെരുന്നാൾ, ദനഹാ പെരുന്നാൾ, മായൽത്തോ അഥവാ ദേവാലയ പ്രവേശനം, സുബോറോ അല്ലെങ്കിൽ ദൈവമാതാവിനോടുള്ള വചനിപ്പ്, മറുരൂപ പെരുന്നാൾ, സുലോക്കോ അല്ലെങ്കിൽ സ്വർഗാരോഹണം, സ്ലീബ പെരുന്നാൾ. ഇത്രയും പെരുന്നാളുകളാണ് ആ ലിസ്റ്റിൽ വരുന്നത്. ഇതിൽ ഓരോ പെരുന്നാളുകളെക്കുറിച്ചും ചെറിയ 1-2 സെൻറ്റൻസ് എഴുതുക. എൽദോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജനനമാണ്. ഡിസംബർ 1 മുതൽ 25 ദിവസത്തെ നോമ്പോടെ 25 നോമ്പിന് ശേഷം വരുന്ന ദിവസം നമ്മൾ കർത്താവിൻ്റെ ജനന ദിവസമായിട്ട് ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് ആചരിക്കുന്നു. ആ പെരുന്നാളാണ് എൽദോ പെരുന്നാൾ. ഇനി ദനഹാ പെരുന്നാൾ യേശുവിൻ്റെ യോഹന്നാൻ സ്നാപകൻ മാമോദീസ മുക്കിയതിനെ ഓർക്കുന്ന ദിവസമാണ്. ജനുവരി 6-ാം തീയതിയാണ് നമ്മൾ ദനഹാ പെരുന്നാൾ കൊണ്ടാടുന്നത്. ഇനി 3-ാമത്തെ പെരുന്നാളായ മായൽത്തോ അഥവാ ദേവാലയ പ്രവേശനം ഫെബ്രുവരി 2-ാം തീയതി നമ്മൾ വിശുദ്ധ കുർബാനയോടെ ആചരിക്കുന്നു. ഇത് കർത്താവിനെ യേശു ആദ്യമായിട്ട് ദേവാലയത്തിൽ പ്രവേശിച്ചതിനെ അല്ലെങ്കിൽ ദേവാലയത്തിലെ യേശുവിനെ കാഴ്ചയായി അർപ്പിച്ചതിനെ അനുസ്മരിച്ച് കൊണ്ടാടുന്ന ഒരു പെരുന്നാളാണ്. 4-ാമത്തെ പെരുന്നാൾ സുബോറോ അല്ലെങ്കിൽ ദൈവമാതാവിനോടുള്ള വചനിപ്പ് മാർച്ച് 25-നാണ് ഇത് ആചരിക്കുന്നത്. കന്യക മറിയാമിന് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച അറിയിപ്പ് ഗബ്രിയേൽ മാലാഖയിൽ നിന്നും കിട്ടിയ ദിവസമാണ് നമ്മൾ ഈ ദിവസത്തെ ഓർക്കുന്നതിലൂടെ ആചരിക്കുന്നത്. അടുത്ത മാറാനായ പെരുന്നാളാണ് മറുരൂപ പെരുന്നാൾ. ഇത് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ആചരിക്കുന്നത്. കർത്താവ് മറുരൂപ മലയിൽ തേജസ്കരിക്കപ്പെട്ടതിനെ ഓർത്ത് ഉള്ള ഒരു പെരുന്നാളാണിത്. കൂടാര പെരുന്നാൾ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. 6-ാമത്തേത് സുലോക്കോ അഥവാ സ്വർഗാരോഹണം. ഇത് ഉയർപ്പിന് ദിവസം 40-ാമത്തെ ദിവസമാണ് ആചരിക്കുന്നത്. സ്വർഗാരോഹണ പെരുന്നാൾ യേശു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ദിവസത്തെ ഓർക്കുന്നു. ഇതൊരു വ്യാഴാഴ്ച ദിവസമായിരിക്കും.
ആചരിക്കുക. ഇനിയും 7-ാമത്തേത് സ്ലീബ പെരുന്നാൾ. ഇത് സെപ്റ്റംബർ 14-ാം തീയതിയാണ് എല്ലാ വർഷവും ആചരിക്കുന്നത്. യേശുക്രിസ്തുവിനെ തറച്ച കുരിശ് കുസ്തുന്തീനോസ് ചക്രവർത്തിയുടെ അമ്മയായ ഹെലനി രാജ്ഞി കണ്ടെത്തുകയും ആ കുരിശിനെ റോമയിൽ ഒരു പള്ളി പണിത് അത് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആചരിക്കുന്ന ഒരു പെരുന്നാളാണ് സ്ലീബ പെരുന്നാൾ. ഇനി മാറാനായ പോലെ ആചരിക്കുന്ന 3 പെരുന്നാളുകളുണ്ട്. പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ജൂൺ 29-ാം തീയതി, മർത്തോമാ സ്ലീഹായുടെ ദുഃഖറോനോ അല്ലെങ്കിൽ മർത്തോമാ സ്ലീഹായുടെ ഓർമ്മ ജൂലൈ 3-ാം തീയതി, മാതാവിൻ്റെ വാങ്ങിപ്പ് അല്ലെങ്കിൽ ശുനോയ പെരുന്നാൾ ഓഗസ്റ്റ് 15-ാം തീയതി. ഈ 3 പെരുന്നാളുകളും മാറാനായ പോലെ ആചരിക്കുന്ന പെരുന്നാളുകളാണ്. അപ്പം ഇത്രയുമാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. 33-ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാന സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിശുദ്ധ കുർബാനയിൽ അദൃശ്യ സഭയിലെ അംഗങ്ങളും ദൃശ്യ സഭയിലെ വിശ്വാസികളും ക്രിസ്തുവിനോടുകൂടെ ഒരുമിച്ച് സമ്മേളിക്കുന്നു. അതായത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുമിച്ച് സമ്മേളിക്കുമ്പോഴാണ് നമ്മുടെ സഭയിലെ വിശുദ്ധ കുർബാന പൂർത്തിയാകുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. അദൃശ്യ സഭയിൽ മാലാഖമാരും പരിശുദ്ധന്മാരും സഹദേന്മാരും വാങ്ങിപ്പോയവരുമൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അദൃശ്യ സഭയിലെ അംഗങ്ങളെ സ്വീകരിക്കുവാനായിട്ട് പള്ളിയുടെ നടുഭാഗത്തുള്ള സ്ഥലം എപ്പോഴും ഒഴിച്ചിടണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ നമ്മുടെ ആരാധനയിൽ പങ്കുചേരുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നാം എല്ലാ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും നമ്മുടെ വാങ്ങിപ്പോയവരെ പ്രത്യേകം ഓർക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഒരുപോലെ ആരാധനയിൽ സംബന്ധിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ കുർബാന സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളത്. നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.